بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حاء الرحمة وميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير أما بعد فإنه كان رسول الله صلى الله عليه وسلم أجود الناس وكان يعطي عطاء الملوك ويعيش عيش الفقراء إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم حاشاه أن يحرم الراجي مكارمه أو يرجع الجار منه غير محترم. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പരിശുദ്ധമായ കരങ്ങളാൽ ജൂദിനാൽ നമ്മെ പൊതിയുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുല്യതയില്ലാത്ത, ലോകത്ത് ഒരാൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത, മറ്റൊരാൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നബി തങ്ങളുടെ ധർമ്മങ്ങളിൽ കൂടെ നാം ഒരു കണ്ണോടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് 10 മണിക്കൂറോ 100 മണിക്കൂറോ 1000 മണിക്കൂർ കൊണ്ടോ നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അത്രയും ഉദ്ധരണികൾ ഓരോരോ ദിവസവും ധാരാളം നദീറില്ലാത്ത ധർമ്മങ്ങൾ ചെയ്യുന്നവരായ റസൂലുള്ളാഹി തങ്ങളാണ്. അതിന് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അവരുടെ സ്വഹീഹിൽ വജദക ആയിലൻ ഫഅഗ്ന എന്നതിന് അർത്ഥം വെച്ചതുപോലെ നിങ്ങൾക്ക് ചെലവ് കൊടുക്കേണ്ട, നിങ്ങൾ ചെലവഴിക്കേണ്ട ധാരാളം ആളുകൾ നിങ്ങൾക്കുള്ളവരായി ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് വളരെ സത്യമാണ്, വളരെ ഫിറ്റാണ്. ആ അർത്ഥം ഒരു കാരണവശാലും മാറ്റിവെക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന സ്വഹീഹുൽ ബുഖാരിയിലാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. നബി തങ്ങളുടെ ധർമ്മത്തിൻ്റെ ഒരു മോഡൽ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനമൻ ബൈന ജബലൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫൈആയി ലഭിച്ചത്, ഫൈ നബി തങ്ങൾക്ക് മിൽക്കുള്ളതാണ്. ആ മിൽക്കുള്ള നബി തങ്ങളെ സ്വന്തം ആടുകൾ 2 മലയുടെ ഇടയിൽ നിറഞ്ഞു കിടക്കുന്ന 2 ആടുകൾ, ധാരാളം ആടുകൾ. ആ ആടുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ആ ആടുകൾ എനിക്ക് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅതാഹു ഇയ്യാഹു, അത് മുഴുവനും അദ്ദേഹത്തിനേക്ക് കൊടുത്തു. അത് ഖുറൈശികളിൽപ്പെട്ട ഒരു വലിയ നേതാവാണ്, അദ്ദേഹമാണ് ഈ ചോദിക്കുന്നത്. സഫ്വാൻ ഇബ്നു ഉമയ്യയാണെന്ന അഭിപ്രായമുണ്ട്. എന്തായാലും ചോദിച്ചത് മുഴുവൻ കൊടുത്തു. ഫഅതാ ഖൗമഹു, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൗമിൻ്റെ അടുക്കലേക്ക് ചെന്നു, അനുയായികളുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാല ഐ ഖൗമി അസ്ലിമു, എൻ്റെ കൗമേ മുസ്ലിം ആയിക്കോളി.
വല്ലാഹി ഇന്ന മുഹമ്മദൻ ലയുഅതി അതാഅൻ മാ യഖാഫുൽ ഫഖ്റ. നബി തങ്ങൾ ഒരു കൊടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ കൊടുക്കലാണ്, ദാരിദ്ര്യത്തെ തീരെ ഭയപ്പെടുന്നില്ല, അങ്ങനെയുള്ള കൊടുക്കലാണ് കൊടുക്കുന്നത്. മുഹമ്മദിനിക്ക് ദാരിദ്ര്യത്തെ തീരെ പേടില്ല. ദാരിദ്ര്യത്തെ പേടില്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യനാകുമെന്ന് യാതൊരു പേടിയില്ല. ഈ കൊടുത്തിട്ട് ദാരിദ്ര്യം വരികയാണെന്ന് വന്നോട്ടെ എന്ന ചിന്താഗതിയുള്ള കൊടുക്കലാണ് കൊടുക്കുന്നത്. ഒരാൾക്കും സാധ്യമല്ല അങ്ങനെ കൊടുക്കൽ. ഏതൊരാൾക്കും ഇത് എല്ലാം കൊടുത്തു തീർത്താൽ ഞാൻ എന്താക്കും എന്നുള്ള ഭയം ഉണ്ടാകും. മുഹമ്മദ് അങ്ങനത്തെ ഒരു ഭയമല്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല പറഞ്ഞതാണ് വജദക ആയിലൻ ഫഅഗ്നാൻ. അത് അല്ലാഹ് കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ധാരാളം കൊടുക്കേണ്ടവരുണ്ട്, അത് കൊടുക്കുമെന്നുള്ള 100% വിശ്വാസം റസൂലുള്ളാഹി തങ്ങൾക്കുണ്ട്. വഖാല അനസുൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻകാനർ റജുലു ലയുസ്ലിമു വമാ യുരീദു ഇല്ല ദുനിയാ ഫമാ യുസ്ലിമു ഹത്താ യകൂനൽ ഇസ്ലാമു അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ അലൈഹാ. തീർച്ചയായും ചില മനുഷ്യന്മാർ മുസ്ലിമാവലുണ്ട്. അവർ മുസ്ലിമാകുമ്പം എന്തെങ്കിലും നിമിത്തങ്ങൾ കൊടുക്കുന്നത് കിട്ടുമല്ലോ എന്നുള്ള വിചാരിച്ചു കൊണ്ടാണ്. പക്ഷേ അവർ മുസ്ലിമായി കഴിഞ്ഞാൽ ദുനിയാവിനേക്കാളും ദുനിയാവിൻ്റെ മുകളിലുള്ള എല്ലാത്തിനേക്കാളും അവർക്ക് ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി ഇസ്ലാമാണ്. അങ്ങനെ ആയി വരലുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടുക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞു. ഹുനൈനിൽ ധാരാളം ഗനീമത്ത് സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുനൈനിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം ഫൈഅ് മുതലും ലഭിച്ചിട്ടുണ്ട്. ആ ഗനീമത്ത് സ്വത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓഹരി ചെയ്തു കൊടുത്തു. എത്രയാണ് ഓഹരി ചെയ്തു കൊടുത്തത്? മഹാനായ വാഖിദി പറയുന്നു, അൽ ബിദാഅത്തു വന്നിഹായിൽ ഉദ്ധരിക്കുന്നുണ്ട് വാഖിദിയെ തൊട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ജഗ്റാനയിൽ വെച്ചിട്ടാണ് ആ ഹുനൈനിലുള്ള ഗനീമത്ത് സ്വത്തുകൾ ഓരി വെക്കുന്നത്. ഗനീമത്ത് സ്വത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളൊരു വിഹിതം കഴിച്ചാൽ ബാക്കിയുള്ളത് ഇവർക്ക് ഓഹരി ചെയ്ത് കൊടുക്കാനുള്ളതാണ്. യുദ്ധം ചെയ്തവർക്കുള്ളത് ഓരി കൊടുക്കാനുള്ളത് 5/1 കഴിച്ചിട്ട് ബാക്കിയുള്ളത്. ആ ഓഹരി ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും 4 ഒട്ടകവും 40 ആടുകളും കൊടുത്തു. അതുപോലെ കുതിര പട്ടാളക്കാരാണെങ്കിൽ കുതിരക്ക് ഇപ്പറഞ്ഞതിൻ്റെ ഇരട്ടിയും കൊടുത്തു. അപ്പോൾ കുതിരക്ക് എത്ര ഉണ്ടാകും? 8 ഒട്ടകവും 80 ആടുകളും കൊടുത്തു. അവർ കുതിര പടയാളിയാണെങ്കിൽ അദ്ദേഹത്തിനിക്ക് 12 ഒട്ടകവും 120 ആടും ലഭിക്കും. അതതിൻ്റെ ഓഹരി വെക്കുന്ന കോലമാണ്. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്തു. ആ ഓഹരി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫൈഅ് മുതൽ ഫൈആണ് കൂടുതലായി ലഭിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന അവസാന കാലം മുസ്ലിമായതാണ്. മക്ക ഫത്ഹായതിൻ്റെ ശേഷവും മുസ്ലിമായിട്ടില്ല. മക്ക ഫത്ഹിൻ്റെ ശേഷമാണ് ഹുനൈൻ. ആ ഹുനൈൻ യുദ്ധത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയോടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൻ്റെ ആയുധങ്ങൾ വായ്പയായി വാങ്ങിയിരുന്നത്. വായ്പയായി വാടകയ്ക്ക് വാങ്ങിയിരുന്നു. വാടകയ്ക്ക് വാങ്ങിയിരുന്നു. ആ സഫ്വാനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. ആയുധങ്ങളുടെ വിഹിതം അതിൻ്റെ വാടക വേറെ കൊടുത്തിട്ടുണ്ട്. അതല്ല, നബി തങ്ങളെ ഫൈയിൽ നിന്ന്, നബി തങ്ങളെ സ്വന്തം മുതലിൽ നിന്ന് നബി തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. 100 ഒട്ടകം കൊടുത്തതിൻ്റെ ശേഷം പിന്നെയും അദ്ദേഹം ചോദിച്ചപ്പം വേറൊരു 100 കൂടിയും കൊടുത്തു. പിന്നെയും ചോദിച്ചപ്പോൾ വേറൊരു 100 കൂടിയും കൊടുത്തു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അതുപോലെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉഹദ് യുദ്ധം
അതിൻ്റെ കാരണം അബൂ സുഫിയാനാണ് നേതാവും. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നെന്ന് മാത്രമല്ല, ആ യുഹദ് യുദ്ധത്തിൽ ഷഹീദായ എല്ലാ മഹാന്മാരെയും അംഗങ്ങൾ വിച്ഛേദിച്ചു, കൊത്തി നുറുക്കി, മനുഷ്യൻ്റെ കോലമില്ലാതെയാക്കി. അങ്ങനെ ചെയ്തവർ നബി തങ്ങളെ, പ്രത്യേകിച്ച് നബി തങ്ങളെ എളാപ്പയായ ഹംസ റളിയല്ലാഹുവിനെ തിരിച്ചറിയാത്ത അവസ്ഥയിലാക്കി. അതുപോലെ അഹ്സാബ് യുദ്ധം, ഖന്തക് യുദ്ധത്തിനിക്ക് അറേബ്യൻ സൈന്യങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. 40ഓളം ദിവസം നബി തങ്ങളെ മദീന അവർ വളഞ്ഞു ശല്യപ്പെടുത്തി. ഇതെല്ലാം ചെയ്ത അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ആരും കാണാതെ സ്വന്തം കൈതപ്പുറത്ത് കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഹാജരാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനിക്ക് മാഫ് കൊടുത്തു. വളരെ നല്ല നിലക്ക് മയത്തോട് കൂടെ പെരുമാറി. റസൂലുള്ളാഹി ചോദിച്ചു, വയ്യക യാ അബാ സുഫിയാൻ അലം യഗ്നി ലക അൻ തഅലമ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സമയമായിട്ടില്ല അബൂ സുഫിയാനെ. ഫഖാല, അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി എന്താ? ബി അബി അൻത വമ്മി മാ അഹ്ലമക വമാ ഔസലക വമാ അക്രമക. എൻ്റെ വാപ്പാനെ ഉമ്മാനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദണ്ഡം ചെയ്യാൻ തയ്യാറാണ്. എന്തൊരു സ്വഭാവം, എന്തൊരു ക്ഷമയാണ് നിങ്ങൾക്ക്, എന്തൊരു ഒതുക്കമാണ് നിങ്ങൾക്ക്, എന്തൊരു കുടുംബബന്ധം ചേർത്തലാണ്, എന്തൊരു ധർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ച് പിന്നീട് മുസ്ലിമായ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഈ ഹുനൈനിൽ നിന്ന് വരുമ്പം ജിറാനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. 100 ഒട്ടകമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യസീദിൻ്റെ മകനാണ്, അവർക്ക് കൊടുക്കണം. അവർക്കും 100 എണ്ണം കൊടുത്തു. മുആവിയൻ്റെ മകനാണ്, അവർക്കും കൊടുക്കണം, അവനിക്കും കൊടുക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു കൊടുത്തു 100 എണ്ണം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും 40 ഊക്കിയ കൊടുത്തു. 40 ഊക്കിയ ഓരോരുത്തർക്കും കൊടുത്തു. 40 ഊക്കിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 14 കിലോ വെള്ളിയോളം വരും. അതും കൊടുത്തു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്താണ് നബി തങ്ങളുടെ ധർമ്മം? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയൈനത്ത് ബിൻ ഹിസ്നിൻ എന്ന് പറയുന്ന വേറെ നേതാവാണ്, അദ്ദേഹത്തിനും 100 എണ്ണം കൊടുത്തു ഒട്ടകം. അക്രബ് ബിൻ ആബിസിനിക്ക് 100 എണ്ണം കൊടുത്തു. അൽകബത്ത് ബിൻ ഇലാസ എന്ന് പറയുന്ന ആൾക്ക് 100 എണ്ണം കൊടുത്തു. മാലിക് ബിൻ ഔഫ് എന്നവർക്ക് 100 കൊടുത്തു. അബ്ബാസ് ബിൻ മിർദാസിനിക്ക് 100-ൽ താഴെ കൊടുത്തെങ്കിലും അതിൽ പ്രതിഷേധം അറിയിച്ചും കൊണ്ട് ഞാൻ ഇതുവരെ കൊടുത്തവരെക്കാളും ഒരിക്കലും മോശമല്ല എന്ന് പറയുന്നൊരു ബൈത്ത് ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിനും 100 തയ്ച്ചു കൊടുത്തു. നബി തങ്ങളെ മുതലാണ് ഈ കൊടുക്കുന്നത്. അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത മുതൽ കൊടുക്കുക തന്നെയാണ്. കാര്യമായി അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത് കാര്യമായി മക്കക്കാരായ ആളുകളാണ്. അവരുടെ യോഗ്യതയും അവരുടെ അവസ്ഥയും അനുസരിച്ച് തന്നെ നബി തങ്ങൾ കൊടുത്തു. അവരുടെക്കാളും എത്രയും വലിയ നേതാവ് റസൂലുള്ളാഹിയാണെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു. ബോധ്യപ്പെടുന്നത് വരെ കൊടുത്തു. യാതൊരു പേടിയുമില്ലാതെ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമുള്ള കൊടുക്കൽ കൊടുത്തു. അൻസാറുകളിൽപ്പെട്ട ആളുകൾക്ക് ചില മുറുമുറുപ്പുണ്ടായിരുന്നു. സ്വഹാബത്തിൽപ്പെട്ട ചില മുനാഫിക്കുകൾപ്പെട്ട ആളുകൾ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, എഴുതില്ല മുഹമ്മദ് എന്ന് പറഞ്ഞത് ആ സമയത്താണ്. റിവായത്തുകൾ പല രൂപത്തിലുമുണ്ട്. ബുഖാരിയുടെ റിവായത്തിൽ ഫഖാല റജുലുൻ വല്ലാഹി ഇന്നാഹി ലഖിസ്മത്തുൻ മാ അദല ഫിഹാ വമാ ഉരീദ ഫിഹാ വജ്ഹുല്ലാഹ്. ഇതൊരു ഓഹരി ചെയ്യലാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതിൽ നീതി ഇല്ല, അല്ലാഹു തആലാന്റെ വജ്ഹിനെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുമില്ല. ഖാല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ഫഖുൽതു വല്ലാഹി ല ഉഖ്ബിറന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ വിവരം ഞാൻ പറയുക തന്നെ ചെയ്യും.
എന്ന് നബി തങ്ങളോട് പോയി പറയുകയും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് വിഷയം പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് വല്ലാതെ വിഷമമായി. ഫതഗയ്യറ വജൂഹു ഹത്താ കാന കസ്സിർഫി, സ്വർണം പോലെ തിളങ്ങും, സ്വർണം പോലെയായി, ചുവപ്പായി എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ രക്തം തുടിച്ചു എന്നും സിർഫിനിക്ക് അർത്ഥമുണ്ട്. എന്തായാലും മുഖത്ത് രക്തം തുടിച്ചു, ഒരു വിഷമം വന്നു. സുമ്മ ഖാല ഫമൻ യഅദിൽ ഇല്ലം യഅദിലില്ലാഹു റസൂലു, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നീതി കാണിക്കുന്നില്ലെങ്കിൽ ആരാണ് നീതി കാട്ടുക? കാരണം ഈ ഓഹരി ചെയ്യുന്ന മുതൽ പലരും ധരിക്കുന്നത് പോലെ ആ ഗനീമത്ത് മുതലല്ല, പട്ടാളക്കാർക്ക് അവകാശപ്പെട്ട മുതലല്ല ഇത് ഫൈ മുതലാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനിക്ക് അള്ളാഹു തആല അനുവദിച്ചു കൊടുത്തതാണ്. റസൂലിനിക്ക് മാത്രമുള്ള മുതലാണത്. റസൂലുള്ളാഹിക്ക് മിൽക്കുള്ള മുതലാണ്. റസൂലുള്ളാഹിന്റെ മുതലിനെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം പോലെ ചെയ്യാം. റസൂലുള്ളാഹിന്റെ സ്വാതന്ത്ര്യമാണത്. അതാ ഞാനീ ചെയ്യുന്നത് എൻ്റെ മുതൽ ഇഷ്ടമുള്ളതുപോലെ, പ്രത്യേകിച്ചും ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ആളുകളും. ഞാൻ ചെയ്യുന്ന ഈ ധർമ്മത്തെ തടയാൻ ആരുണ്ട്? ഇത് നീതി അല്ലെങ്കിൽ പിന്നെ എന്താണ് നീതി? ഇതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. ഒരു ദിവസം ബഹ്റൈനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബഹ്റൈനിലുള്ള സമ്പത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വന്ന സമ്പത്താണ് ബഹ്റൈനിലെ സമ്പത്ത്. ആ സമ്പത്ത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് സമ്പത്ത് വരുന്നത്. അത് പള്ളിയിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ മുതല് പള്ളിയിൽ രണ്ട് മൂലയിലുണ്ട്. നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ പള്ളിയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയിൽ അത് വിരിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഉൻസുറൂഹു ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിങ്ങൾ അത് വെതരുക, അത് ചൊരിയുക എന്ന് പറഞ്ഞു. വകാന അക്തറ മാലിൻ ഉതിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരപ്പെട്ട മുതൽ വെച്ച് ഏറ്റവും വലിയ മുതലാണത്. എത്രയുടെ അതിൻ്റെ കണക്ക്? 1,80,000 ദിർഹം, 1,80,000 ആയിരുന്നു. അത് കിലോ കണക്കിലാക്കിയാൽ 5400 കിലോ സ്വർണമാണ് വന്നിരിക്കുന്നത്. 5400 കിലോ, ഏകദേശം 5400 കിലോ സ്വർണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹ്റൈനിൽ നിന്നുള്ള ജിസിയയുടെ പണമാണത്. ജിസിയ ഫൈയിൽ പെട്ടതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ അതിൻ്റെ അടുത്ത് വന്നിരുന്നു. നബി തങ്ങൾ കാണുന്ന ആളുകൾക്ക് മുഴുവനും വാരിക്കൊടുത്തു. ആ സമയത്താണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്തിനി, എനിക്ക് തരണം നബിയെ, ഫഇന്നി ഫാദൈതു നഫ്സി വഫാദൈതു ഉഖൈല. ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോൾ, യുദ്ധത്തടവുകാരനായി പിടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് മോചനദ്രവ്യമായി വലിയ സംഖ്യ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എൻ്റെ അളാപ്പാൻ്റെ മകനായ ഉഖജേഷൻ്റെ മകനായ ഉഖൈലിനും ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പണം ഇല്ലാത്തവനായി മാറിയിട്ടുണ്ട്, എനിക്ക് കുറച്ച് തരണം. ഫഖാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖുദ്, എടുത്തോ, ബാരിക്കോ. ഫഹസാ ഫീ സൗബിഹി, അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ തട്ടം വിരിച്ചു. ആ തട്ടത്തിൽ രിദായിൽ സ്വർണം വാരിട്ടു. സുമ്മ ദഹബ, പിന്നീട് മഹാനവർകൾ അത് തലയിലേക്ക് വെക്കാൻ വേണ്ടി പോയി ഉയർത്തി. സുമ്മദഹബയഖില്ലുഹു, അതിനെ അടിയിൽ നിന്ന് പൊന്തിച്ച് തലയിലേക്ക് പൊന്തിക്കുന്നവരായി. ഫലം യസ്തതി, വാരിട്ടത് കൂടുതലായതുകൊണ്ട് എടുത്തിട്ട് പൊന്തിയില്ല. ബാസുലാർ വലിയ മനുഷ്യനാണ്, ആരോഗ്യവാനാണ്, അഭ്യാസിയാണ്, എല്ലാം അഭ്യാസം പഠിപ്പിക്കുന്നവരാണ്.
നല്ല വഴങ്ങുന്ന ശരീരമാണ്, അതിന് മാത്രമാണ് വാരിട്ടത്. എടുത്തിട്ട് പൊന്തണില്ല. ഫക്കാല റസൂലുള്ള പറഞ്ഞു, ഫക്കാല അബ്ബാസ് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, മുർബഅലഹും യർഫഉഹു ഇലയ്യ, അവരിൽപ്പെട്ട ചിലരോട് അതൊന്ന് എനിക്കൊന്ന് ഉയർത്തി തരാൻ വേണ്ടി പറയും, തലയ്ക്കൊന്ന് പിടിച്ചു തരാൻ വേണ്ടി പറയും. കാല റസൂലുള്ള പറഞ്ഞില്ല, അത് പറയില്ല. കാല ഫർഫഉഹു അൻത അലയ്യ, നീ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനല്ലേ, ആ നിനക്ക് നബീനെ പരിഗണിക്കണ്ട. ഞാൻ എളാപ്പല്ലേ, മൂത്താപ്പല്ലേ, എൻ്റെ എളാപ്പല്ലേ, എൻ്റെ തടിയൊക്കെ പൊന്തിച്ചെന്നാളെന്നാ നിങ്ങൾ അത് പൊന്തിച്ചെരുക നബിയേ. കാലാ റസൂലുള്ള പറഞ്ഞില്ല, പൊന്തിച്ചെരൂല. ഫനസറ മിൻഹു, അതിൽ നിന്ന് കുറച്ച് വാരി, ആ കെട്ടിയതിൽ നിന്ന് വാരി പുറത്തേക്ക് ഇട്ടു. പിന്നെയും അത് വാരി പൊന്തിച്ചു, തലയിലേക്ക് പൊന്തിച്ചു. കഴിയാതെ വന്നപ്പോൾ റസൂലുള്ളാഹിനോട് ഇതേ ആവശ്യം ഉന്നയിച്ചു. ആരോടെങ്കിലും ഒരാളോട് അതൊന്നും എൻ്റെ തലയ്ക്ക് വെച്ചിടാൻ വേണ്ടി പറയും. റസൂലുള്ളാഹി പറഞ്ഞില്ല. എന്നാൽ നീ തന്നെ എന്നാ പൊന്തിച്ചുകൊണ്ടാ? റസൂലുള്ളാഹി പറഞ്ഞില്ല. പിന്നെയും അതിൽ നിന്ന് ലേശം വാരി ഒഴിവാക്കി. പിന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ തലയിലേറ്റി, തലയിലെ പെരടിയിലേക്ക് പൊന്തിച്ചു. സുമ്മന്തലക ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. ഫമാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യത്ബഉഹു ബസറുഹു അത്താ ഖഫിയ അലൈനാ, നബി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുന്നത് അങ്ങനെ നോക്കി നിന്നു. എന്ത് നോക്കമാണ്? അജബം മിൻ ഹിർസിഹി, ഇതാണ് റാവി പറയുന്നത്, ബുഖാരിൻ്റെ ഹദീസാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു സമ്പത്തിനോടുള്ള അലച്ചയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് നബി തങ്ങൾ അങ്ങനെ നോക്കി. ആ വളരെ വലിയൊരു ചോടുമായി താങ്ങി പിടിച്ച് സ്വർണ്ണമാണ് തലയിൽ വെച്ച് കൊണ്ടാ പോകുന്നത്. അത് കണ്ട് നബി തങ്ങൾ അങ്ങനെ നോക്കി നിന്നു. ഫമാ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസമ്മ മിൻഹാ ദിർഹമുൻ, അതിൽ നിന്ന് ഒരു ദിർഹം പോലും ബാക്കിയാകുന്നത് വരെ നബി തങ്ങൾ എഴുന്നേറ്റില്ല. മുഴുവനും പോയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റത്, മുഴുവനും തീർന്നതിന് ശേഷം. ഇവിടെയൊക്കെ ചോദ്യങ്ങൾ ഇതൊക്കെ അവസാന കാലഘട്ടത്തിലാണ്. നബി തങ്ങൾക്ക് ഇതാകുമ്പോൾ വീട്ടിലാവശ്യമല്ലേ, നബി തങ്ങളെ വീട്ടിലാവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ ലാ യദ്ഖിറു ശയ്യാ അജൂഉ യൗമാ ഔ യൗമൈൻ വ അശ്ബിഉ യൗമാ. ഇതാ റസൂലുള്ളാഹിൻ്റെ അവിടുത്തെ സ്വന്തം വിശപ്പിൻ്റെ വിഷയത്തിൽ, സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിൽ നബി തങ്ങളെ ഉസൂൽ അതാണ്. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ പട്ടിണി കെടുക്കും, വിശന്ന് കെടുക്കും. ഒരു ദിവസം വയറ് നിറയും, വിശപ്പടക്കും. ഈ നിരക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ജനങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കാതെ തന്നെ ധാരാളം കൊടുക്കുന്നവരാണ്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഉഹുദിൽ ഷഹീദായതാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ഏകദേശം അവർക്ക് 19 വയസ്സിൽ താഴെ ഉള്ളൂ. പിന്നീട് കുറേ പെങ്ങന്മാരെ നോക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പ്രത്യേകമായി പരിഗണിക്കലുണ്ട്. ഒരു യാത്രയിൽ ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുമ്പിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനെ ഓവർടേക്ക് ചെയ്തു. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകം വളരെ ക്ഷീണിച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിൻ്റെ പുറത്തെ ഒന്ന് തടകിക്കൊടുത്തു, ഒന്ന് അടിച്ചു കൊടുത്തു. അടിച്ചപ്പോൾ അത് നബി തങ്ങളോട് ആ ഒട്ടകം സ്പീഡിൽ സഞ്ചരിക്കൽ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, നിൻ്റെ ഒട്ടകത്തിന് വിൽക്കുന്നോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം പറഞ്ഞു വിൽക്കണില്ല. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ ഒരു ഊക്കിയ വില പറഞ്ഞപ്പോൾ ഞാൻ തരാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്, 40 ദീനാറാണ്. അതിന് പകരം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഇവിടെ വെച്ചിട്ട് മദീനയിൽ എത്തുന്നത് വരേക്കും അതിൻ്റെ മുകളിൽ യാത്ര ചെയ്യാനുള്ള അനുമതി വേണം. ജാബിർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയ ഉടനെ തന്നെ ആ ഒട്ടകത്തെ നബി തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊക്കെ നിശ്ചയിച്ച വില കൊടുത്തു വിട്ടു ജാബിറിനെ. പിന്നീട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ ഒട്ടകത്തെയും അതോടുകൂടെ അല്പം പണവും കൊണ്ടുപോ, തിരിച്ചു കൊടുക്ക്, നിന്റെ ഒട്ടകം നീ തന്നെ എടുത്തോ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി ആളുകളുടെ ദാഹം മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. മഹാനവറുകൾ പറയുന്നു, അന്നഹു ബൈനാ ഹുവ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ മഅഹുൻ നാസ്. ജുബൈർ ബിൻ മുത്ഇമും അതോടുകൂടെ മറ്റ് സ്വഹാബികളും നബി തങ്ങളോട് കൂടെ ഉണ്ടാകുമ്പോൾ മുഖ്ബിലം മിൻ ഹുനൈൻ, ഹുനൈനിൽ നിന്ന് മുന്നോട്ട് വരികയാണ്. ആ സമയത്ത് അലിക്കത്ത് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അഅറാബ്, അഅറാബികൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒട്ടിപ്പിടിച്ചു ചേർന്ന് നിന്നു. യസ്അലൂനഹു, അവർ നബി തങ്ങളോട് ചോദിക്കുന്നതായിട്ട്, അവർക്ക് നബി തങ്ങൾക്ക് സമ്പത്ത് കിട്ടണം, അതിന് വേണ്ടി നബി തങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൽ തൽതറൂഹു ഇലാ സമുറ, മുള്ളുള്ള സമുറ എന്ന് പറയുന്ന ആ മരത്തിലേക്ക് നബി തങ്ങളെ അവർ മുന്നിന്ന് തിരക്ക് കൂട്ടി നബി തങ്ങൾ ബേക്കോട്ട് പോയി അവസാനം ഒരു മുള്ളുള്ള മരത്തിമേലേക്ക് നബി തങ്ങൾ എത്തിച്ചു. അപ്പോൾ ആ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന തട്ടത്തെ, റിദാവിനെ, നബി സല്ലല്ലാഹു അലൈഹി തട്ടത്തെ അത് പറ്റിപ്പിടിച്ചു. തട്ടത്തിനെ അത് പറ്റിപ്പിടിച്ചു, തട്ടം അതിനോട് പറ്റിപ്പിടിച്ചു. ഫവഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി നിന്നു. ഇനി അങ്ങോട്ട് പോകുന്ന കാട്ടുകാണ് പോകുന്നത്, മുള്ളും കാട്ടുകാണ് പോകുന്നത്. റസൂലുള്ളാഹി നിന്നു. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അഅ്തൂനി റിദായി, എൻ്റെ തട്ടം എനിക്ക് തരുക. ഫലോകാന അദദു ഹാദിഹിൽ ഇളാഹി നഅമൻ ലകസംതുഹു ബൈനക്കും. ഈ കാണുന്ന കാട്, ഈ കാടിൻ്റെ എണ്ണം കണ്ട് എനിക്ക് ആട്, മാട്, ഒട്ടകങ്ങളുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ നിങ്ങളെടുത്ത് ഓഹരി ചെയ്തിട്ടേ പോവുള്ളൂ. സുമ്മലാ തജിദൂനി ബഖീലൻ വലാ കദൂബൻ വലാ ജബാന, എന്നൊരു ലുബ്ധനായും കൊണ്ടോ, ഒരു കള്ളനായും കൊണ്ടോ, ഒരു പേടി തൊണ്ടനായും കൊണ്ടോ, ഒരു ഭീരുവായോ നിങ്ങൾ എന്നെ എത്തിക്കൂല. ഇത് മുഴുവൻ നിങ്ങൾക്ക് തരും. നബി തങ്ങൾ ഇത്രയും സമ്പത്ത് ലഭിച്ചിട്ട് മദീനയിലേക്ക് പോകുന്നത് ഒന്നുമില്ലാതെയാണ്. അൻസാറുകൾക്ക് അവരുടെ ഗനീമത്തിൻ്റെ വിഹിതം കിട്ടി എന്നല്ലാതെ മറ്റൊന്നും കൊടുത്തില്ല. അവരോട് ചോദിച്ചു, അവർക്ക് മാനസികമായി ടെൻഷൻ വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ പോകുന്നത് തൃപ്തിയല്ലേ? നിങ്ങൾക്ക് മറ്റുള്ളവർ മുതലുമായി പോകുമ്പോൾ നിങ്ങൾക്ക് റസൂലിനെ കൊണ്ടുപോകാൻ സന്തോഷമാവൂലേ? അതോടുകൂടെ അവർക്ക് സന്തോഷമായത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നത്. അതാണ് ലോകത്ത് നളീറില്ലാത്ത മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെപ്പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞത്, അജ്വദുന്നാസ്, വാരിക്കോരി കണക്കില്ലാതെ ജനങ്ങളിൽ വെച്ച് നളീറില്ലാത്ത കൊടുക്കുന്നവർ റസൂലുള്ളാഹി മാത്രമാണ്. അജ്വദ്, ഏറ്റവും വലിയ ഒരു നബിയാണ് ആ വിഷയത്തിൽ. ഇതുപോലെ ഒരാൾക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുന്യാവ് വാരിക്കോരി കൊടുക്കുന്നത് പോലെ തന്നെ ആഖിറത്തിൻ്റെ കാര്യങ്ങളും ധാരാളം കൊടുക്കുന്നവരാണ്. ആഖിറത്തിൽ എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ചിന്താഗതിയാണ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ളത്. നമുക്കെല്ലാം കാര്യമായി പ്രതീക്ഷയുള്ളത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രത്യേകമായ ഹദീസാണ്. ശഫാഅത്തി ലിഅഹ്ലിൽ ഖബായിരി മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് വന്തോഷികൾക്കാണ് എൻ്റെ ശഫാഅത്ത്. ആ വാക്കിലാണ് ഏറ്റവും കൂടുതൽ നാം പ്രതീക്ഷിക്കുന്നത്. എത്ര ദോഷങ്ങളാണ്, എത്ര പാപങ്ങളാണ്, നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അല്ലാഹു വിരോധിച്ച നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അധിക ഭാഗങ്ങളും ചെലവഴിച്ചതാണ് നാം.
ഓരോരുത്തരും അവരവരുടെ സമയങ്ങൾ നോക്കുമ്പോഴേ അത് ബോധ്യപ്പെടുള്ളൂ. എത്ര സമയമാണ് ഇബാദത്തിലായി ദിക്റിലായി ചെലവഴിച്ചത്, എത്ര സമയമാണ് അതിലല്ലാതെ ചെലവഴിച്ചത്. എന്നാൽ അങ്ങനെയുള്ളവർക്കാണ് എൻ്റെ ഷഫാഅത്ത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വഹീഹായ ഹദീസിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്കുള്ള പ്രതീക്ഷ. നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ മദീനയിൽ വന്നതിൻ്റെ ശേഷം ഉപദ്രവിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആ മദീനയിലെ ഖസ്റജി കുടുംബത്തിലെ ഏറ്റവും വലിയ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മദീനയിലെ രാജാവേണ്ട വ്യക്തി, അതിൻ്റെ ബോധമുള്ള ആള്, നബി തങ്ങൾ മദീനയിലേക്ക് വന്നോടുകൂടെ നബി തങ്ങളെ കൊണ്ട് ലാഹിറിൽ വിശ്വസിക്കുകയും നിഫാഖ് തരം ചെയ്യുകയും ചെയ്ത ആള്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി തങ്ങൾക്കെതിരായിട്ട്, പ്രത്യേകിച്ചും ഇഫ്കിൻ്റെ സമയത്ത് ഐഷാ ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രശ്നങ്ങൾ കത്തിപ്പാളിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ പല പ്രശ്നങ്ങളിലും ലയൻ റജഅനാ ഇലൽ മദീനത്തി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കളിയാക്കി പറഞ്ഞ ഉബയ്യ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, ആ മനുഷ്യൻ മരിക്കുകയാണ്. നമ്മളെ കിതാബുകളിലെല്ലാം ഇമാമിങ്ങൾ വിവരിക്കുന്നത് റഈസുൽ മുനാഫിഖീൻ എന്നാണ്, ചിലയിടത്ത് റഈസുൽ നിഫാഖ് എന്നും പറഞ്ഞതായി കാണാം. ഇദ്ദേഹം മരിച്ചപ്പോൾ അവരുടെ മകൻ വലിയ കാര്യപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഅ്തിനി ഖമീസക ഉകഫിൻഹു ഫീഹി, തങ്ങളെ ഖമീസ് എനിക്ക് തരണം നബിയെ. വേറെ റിവായത്തിൽ കാണാൻ നബി തങ്ങൾ അന്ന് 2 ഷർട്ട് 2 ഖമീസ് ഇട്ടിരുന്നു. കാരണം തണുപ്പുള്ള സമയമായേക്കാം. നബി തങ്ങളോട് പറയാണ്, നിങ്ങളെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഖമീസ് എനിക്ക് തരണം. എൻ്റെ പിതാവിനെ എനിക്കതിൽ കഫൻ ചെയ്യാനാണ്. വസല്ലി അലൈഹി, തങ്ങൾ അവരെ വേല നിസ്കരിക്കുകയും വേണം. വസ്തഗ്ഫിർ ലഹു, എൻ്റെ പിതാവിന് വേണ്ടി തങ്ങൾ പൊറുക്കലിനെയും തേടണം. ഫഅതാഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖമീസഹു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളെ ഖമീസ് അദ്ദേഹത്തിന് കൂരിക്കൊടുത്തു മകനിക്ക്. ഫഖാല ആദിന്നി ഉസല്ലി അലൈഹി, എനിക്ക് മയ്യത്തിൻ്റെ പരിപാലനം കുളിപ്പിച്ച് കഴിഞ്ഞ് നിസ്കരിക്കേണ്ട കഫൻ ചെയ്ത് നിസ്കരിക്കേണ്ട സമയമായാൽ എന്നോട് വിവരം അറിയിക്കുക, ഞാൻ നിസ്കരിക്കാം. ഫാദനഹു, അങ്ങനെ മകൻ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, കഫൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തങ്ങൾ വന്ന് നിസ്കരിക്കാൻ സമയമായി. ഫലമ്മാ അറാദാൻ യുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ജദബഹു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു വലിച്ചു. ഫഖാല, എന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, അലൈസല്ലാഹു നഹാക അൻ തുസല്ലി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ മേൽ തങ്ങൾ നിസ്കരിക്കലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടില്ലേ? പിന്നെ എന്ത് പണിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അല്ലാഹ്. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അന ബൈന ഖീറതൈനി, ഞാൻ 2 ഇഷ്ടത്തിൻ്റെ ഇടയിലാണ്. അല്ലാഹ് പറഞ്ഞത് എന്താ? അസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. അള്ളാഹുവിനോട് പറഞ്ഞത്, നിങ്ങൾ അവർക്ക് പൊറുക്കലിനെ തേടിക്കോളി. തേടില്ലെങ്കിൽ പൊറുക്കലിനെ തേടണ്ട. നിങ്ങൾ 70 വട്ടം വരെ പൊറുക്കലിനെ തേടിയാലും അള്ളാഹുക്ക് പുറത്തു കൊടുക്കൂല. റസൂലുള്ളാഹി പറഞ്ഞു, 70 വരെ പൊറുക്കലിനെ തേടിയാൽ പുറത്തു കൊടുക്കൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലേറെ ഞാൻ പൊറുക്കലിനെ തേടും, അതിലേറെ ഞാൻ കൂട്ടും. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പേരിൽ നിസ്കരിച്ചു. വേറെ ഹദീസിൽ കാണാം, നിസ്കരിച്ചതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനെ ഖബറിൽ വെച്ചതിൻ്റെ ശേഷം ഖബറിലേക്ക് ചെന്നിട്ട് ആ ഖബറിൽ നിന്ന് അദ്ദേഹത്തെ എടുത്തു പൊന്തിച്ചു. അതാ
ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് സലൂലിന്റെ അടുക്കലേക്ക് നബി തങ്ങൾ ചെന്നു. ബഅദമാ ഉദ്ഖില ഉഫ്റതഹു, അദ്ദേഹത്തിന്റെ കുഴിയിൽ അദ്ദേഹത്തെ വെച്ചതിന്റെ ശേഷം ഫഅമറ ബിഹി റസൂലുള്ളാഹി, അദ്ദേഹത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫഉഖ്രിജ, അങ്ങനെ പുറപ്പെടുവിക്കപ്പെട്ടു. ഫവളാഹു അലാ റുക്ബതൈഹി, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിനെ നബി തങ്ങൾ രണ്ട് മുട്ടുമിലാണ്ട് കെടുത്തി. വനഫസ അലൈഹി മിൻ ദീഖിഹി, കഫംബട പൊന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീഖിൽ നിന്ന് ഉമിനീരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായിലേക്ക് തുപ്പിക്കൊടുത്തു. വഅൽബസഹു ഖമീസഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ചില മഹാന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബുഖാരിയിൽ തന്നെയുള്ള ഹദീസാണ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ചെയ്തത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ബദറിൽ നിന്ന് പിടിച്ചപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനായതുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുക്കാൻ പറ്റുന്ന ഡ്രസ്സ് അന്ന് ഇല്ലാത്തതിൻ്റെ പേരിൽ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലാണ് നബി തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറ്റിയ വസ്ത്രം ആരും അറിയാതെ ധരിപ്പിച്ചു കൊടുത്തത്. അതിന് പകരമായി ചെയ്താണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു സംഭവം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം മാത്രമേ ചെയ്യുകയുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വന്തമായൊന്നും ചെയ്യില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ച് വലിച്ചിട്ട് പോലും നിസ്കാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഖബറിൽ പോയി ഖബറിൽ വച്ച ആളെ എടുത്ത് മടിയിൽ വച്ച് കഫംപുട നീക്കി വായയിൽ തുപ്പിക്കൊടുക്കുന്നു. നബി തങ്ങൾ ധരിച്ച കുപ്പായ കമ്മീസ് രണ്ടാമതും ധരിപ്പിക്കുന്നു. ആദ്യം ധരിപ്പിച്ചിട്ടുണ്ട് കഫംപുടൻ്റെ അടിഭാഗത്ത്. ഇത് എന്തിന് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ഹദീസ് വിശദീകരിച്ചോർത്ത് പറയുന്നുണ്ട്, നബി തങ്ങൾ ഈ ഖബറിൽ നിന്ന് പൊന്നു ഖബറടക്കം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ ഫഅൻസലല്ലാഹു തആല വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ ഖാല ഫതുരികത്തിസ് സ്വലാത്തു അലൈഹിം. ഈ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്നവരുടെ ജനാസ ഖബറടക്കിയതിൻ്റെ ശേഷം അല്ലാഹു തആല ആയത്തിറക്കുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, ഒരാളെ പേരിൽ നിസ്കരിക്കരുത്, തങ്ങൾ അവരുടെ ഖബറിൽ പോയി നിൽക്കുകയും ചെയ്യരുത്. പിന്നീട് നബി തങ്ങൾ ഒരൊറ്റ മുനാഫിക്കിൻ്റെ പേരിൽ നിസ്കരിച്ചിട്ടുമില്ല, ആരും നിസ്കരിച്ചിട്ടില്ല വ്യക്തമായ മുനാഫിക്കിൻ്റെ പേരിൽ. എന്നാൽ ഈ പരിപാടി ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് ബുഖാരി ഓതി തരുമ്പോൾ ശൈഖുനാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വലിയ മുഹിബ്ബാണ്, ആഷിഖാണ്, റസൂലുള്ള ഒന്നും വെറുതെ ചെയ്യില്ല എന്ന് ഉറക്കെ വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പർക്കിക്കൂടായിരുന്നോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ച് വലിക്കുമ്പം മേർക്കായിരുന്നല്ലോ. നബി തങ്ങൾ ഖബറിലേക്ക് പോകുമ്പം പറയായിരുന്നല്ലോ, വലാ തഖും അലാ ഖബരി, ഖബറിൽ നിൽക്കരുത് എന്നുള്ള ആയത്ത് അവിടെ ഇറക്കിക്കൂടെ? എന്തുകൊണ്ട് ഇറക്കില്ല? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയല്, ഈ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ അദ്ദേഹത്തിന് റഈസുൽ മുനാഫിഖീൻ എന്നുള്ള പേരുണ്ട്. എങ്കിൽ റഈസുൽ മുനാഫിഖീൻ, റഈസുൽ മുനാനിഫാഖ്, എങ്കിൽ റഈസുൽ മുനാഫിഖീൻ എന്നെല്ലാം പേര് ഉണ്ട്. പ്രസിഡന്റ് അദ്ദേഹം തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള ഉള്ളിലുള്ള ഒരു വേജാറ്, ഉള്ളിലുള്ളതായ ഒരു പോര് കാണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് കാണിച്ചത് വലിയ തെറ്റ് തന്നെയാണ്.
അതിൻ്റെ പിന്നാലും അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങളാണെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടായേക്കാം. വാക്കുകൊണ്ട് നാവ് കൊണ്ട് ഏതായാലും ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണ്, മനസ്സിലും അതുണ്ടായേക്കാം. എന്നാൽ നബി തങ്ങളെ 100% അദ്ദേഹത്തിൻ്റെ ഭരണ സ്വാധീനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നബി തങ്ങൾ വന്നതോടുകൂടെ അതിൻ്റെ ആ ഒരു വേവലാതി കാട്ടിയതായേക്കാം. അതറിയുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടാവാം. വെറുതെ മകളെ തൃപ്തിയാക്കാൻ വേണ്ടിയോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് എന്നോ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ എത്ര സമയം പിന്നീട് ബദറിന് ശേഷം കഴിഞ്ഞു പോയിട്ടുണ്ട്, അന്ന് കൊടുത്തുകൂടായിരുന്നോ? ഇങ്ങനെ ഒരു സിർ അവിടെ ഉണ്ടാവാം. ഇദ്ദേഹം മുനാഫിക്കാണെങ്കിൽ, ളാഹിറിൽ മുനാഫിക്കാണെങ്കിലും ഉള്ളിൽ മുസ്ലിമായേക്കാം. അദ്ദേഹത്തിൻ്റെ ആഖിറത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു അമൽ, ഒരു കർമ്മം, അവസാനം അദ്ദേഹത്തിൻ്റെ വായയിൽ റസൂലുള്ളാഹിൻ്റെ ഉമനീർ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ റസൂലുള്ളാഹിൻ്റെ ശരീരം തൊട്ടതായ വസ്ത്രം, കമീസ്, അതുകൊണ്ട് കഫൻ ചെയ്യുന്നു. ഉള്ളിലും പുറത്തും അത് തന്നെയാണ് 2 കമീസ്. ഇങ്ങനെ ചെയ്തതിൽ ഇങ്ങനെ ഒരു സിറുണ്ടാവാമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞിട്ടുണ്ട്. സിന്ധി പോലെയുള്ള പല ശറഹുകളിലും അതിലേക്കുള്ള സൂചനയും നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂലിൻ്റെ ആ ഒരു മദദ്, അത് അല്പം പോലും ഈമാൻ ഉള്ളവർക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹിൻ്റെ മദദ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആ മരണസമയത്ത് ഇബ്ലീസ് വന്ന് ശല്യപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കാവൽ നമുക്കുണ്ടാവട്ടെ. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പം റസൂലുള്ളാഹിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാവണം. അതിൻ്റെ ശേഷമുള്ള എല്ലാ ഘട്ടത്തിലും ഉണ്ടാവണം. അല്ലാഹുവേ, റസൂലുള്ളാഹിൻ്റെ ആ വിശാലമായ ധർമ്മം ഞങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും റബ്ബേ നീ നൽകണേ റബ്ബേ. റസൂലുള്ളാഹിൻ്റെ ആ വാരിക്കോരി കൊടുക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇറ്റ് ഞങ്ങൾ ബുദ്ധിമുട്ടാകുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് എത്തിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും ഖായിബീങ്ങളാക്കല്ല റബ്ബേ, വഷളാക്കല്ല റഹ്മാനെ. നിൻ്റെ ദീനിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സൗഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ അഹാദിസിൽ അമിമി ولن يضيك رسول الله جاهك بي إذا الكريم تجلى باسم منتقم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كاللمم لعل رحمة ربه يقسمها تأتي على حسب العصيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم والطف بعبدك في الدارين إن له صبرا متى تدوه الأهوال ينهزم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وذل لصحب صلاة منك دائمة على النبي بمنهل ومنسجم
مرنحت عذبات البان ريح صبا وأطرب العيس هادي العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم